ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് 3-4-5 പുതിയ വാക്കുകൾ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വാക്കുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, ഇതിന്റെ അർത്ഥമൊക്കെ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു വാക്കുകളൊക്കെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പഠിച്ചെടുത്ത കുറച്ച് പുതിയ വാക്കുകളും അതിന് മാച്ചാവുന്ന 1-2 എക്സാമ്പിൾ സെന്റൻസ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തത് ഔസ്റ്റഡ്. ഔസ്റ്റഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഔസ്റ്റഡ്, അറസ്റ്റഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഔസ്റ്റഡ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഷെയ്ഖ് ഹസീന ഔസ്റ്റഡ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഷെയ്ഖ് ഹസീനനെ പുറത്താക്കി. ഔസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക എന്നാണ് അർത്ഥം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. പ്രധാനമന്ത്രിനെ അവർ പുറത്താക്കിയല്ലോ, അപ്പൊ അതിന്റെ ഹെഡിങ് ന്യൂസിൽ വന്നെങ്ങനെയാണ്? ഷെയ്ഖ് ഹസീന ഔസ്റ്റഡ്. അടുത്തട്ടോ, ഷെയ്ഖ് ഹസീന ഫ്ലീസ് ബംഗ്ലാദേശ്. എന്താണ് ഈ ഫ്ലീസ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹസീന ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തു. പലായനം ചെയ്തു എന്ന് കേട്ടല്ലേ? ഓടിപ്പോയി, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഓടിപ്പോയി. പലായനം ചെയ്യുക. ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലായനം ചെയ്യുക. അടുത്ത് നോക്കൂട്ടോ, വാൻഡലൈസ്. വാൻഡലൈസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ലൊരു വെയിറ്റ് ഉള്ള വാക്കല്ലേ വാൻഡലൈസ്. പ്രൊട്ടസ്റ്റേഴ്സ് വാൻഡലൈസ് ഹിസ് സ്റ്റാച്യു. എന്ത് മനസ്സിലായി? ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പ്രതിഷേധക്കാർ അദ്ദേഹത്തിന്റെ പ്രതിമ നശിപ്പിച്ചു. അതായത് ഷെയ്ഖ് ഹസീനയുടെ അച്ഛന്റെ പ്രതിമ നശിപ്പിച്ച സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? പ്രൊട്ടസ്റ്റേഴ്സ് വാൻഡലൈസ് ഹിസ് സ്റ്റാച്യു. അടിപൊളിയായില്ലേ? അടുത്തട്ടോ, പാൻഡമോണിയം. എന്താണ് പാൻഡമോണിയം? പാൻഡമിക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? പാൻഡമോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോലാഹലം, ആകെ ബഹളം, തിക്ക് തിരക്ക് ബഹളം എന്നൊക്കെ, കോലാഹലം. ഇൻസൈഡ് പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസ് ദർ വാസ് കംപ്ലീറ്റ് പാൻഡമോണിയം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഉള്ളില് പൂർണ്ണമായും കോലാഹലങ്ങളായിരുന്നു. മനസ്സിലായി? നമ്മൾ കണ്ടാണ് വീഡിയോ അല്ലെ? അവരതിനുള്ളിൽ പോയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടതാണ് അല്ലെ? പാൻഡമോണിയം. അടുത്തത് മെഡ്ലിംഗ്. മെഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടലുകൾ. എന്താണ് ഇടപെടൽ? ഒരു ഉദാഹരണ സെന്റൻസ് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവട്ടോ. ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദ കൺട്രി ഫ്രം എക്സ്റ്റേണൽ മെഡ്ലിംഗ്. അവർക്ക് അവരുടെ രാജ്യത്തെ ബാഹ്യ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഈ സാധനം മലയാളത്തിലായാലും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ബാഹ്യ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ അല്ലെ? ഇടപെടൽ, മെഡ്ലിംഗ്. അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ വാക്കുകൾ നോക്കി കഴിഞ്ഞാല്, ഔസ്റ്റഡ് പുറത്താക്കുക, ഫ്ലീ പലായനം ചെയ്യുക, വാൻഡലൈസ് തകർക്കുക, പാൻഡമോണിയം കോലാഹലം, മെഡ്ലിംഗ് ഇടപെടൽ. 5 കിടിലൻ വാക്കുകളാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഈ 5 വാക്കുകൾ ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യണം ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്നുള്ളത് കേട്ടോ. ഇത്തരത്തിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അത് എന്നെ പോലെ അറിയാത്ത ആരെങ്കിലും എന്നെ പോലെ പഠിച്ചു വരുന്ന തുടക്കക്കാരായിട്ടുള്ള, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, ഇംപ്രൂവ് ആക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇംപ്രൂവ് ആക്കണം എന്ന് ആഗ്രഹമുള്ള ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം അല്ലെ? അപ്പൊ അത്തരത്തിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ ചെയ്തിട്ടുള്ള മുൻപത്തെ വീഡിയോകൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.